കേരള മുഖ്യമന്ത്രിയായി ശ്രീ വി.ഡി. സതീശൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. എൻ്റെ ചിരകാല സുഹൃത്തും മുൻകാല സഹപ്രവർത്തകനുമായിരുന്നു സതീശൻ. ഏതാണ്ട് 1991-96 കാലത്ത് അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ യുവ അഭിഭാഷകരിൽ ഒരാളായിരുന്നു. ആ കാലത്ത് ഞാനുമായിട്ട് വളരെ അടുപ്പവും സൗഹൃദമുള്ള ആളായിരുന്നു. അതിനുശേഷവും ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ ബന്ധത്തിന് വലിയ തകരാറൊന്നും സംഭവിച്ചിട്ടില്ല. ഒരിക്കലും അദ്ദേഹം എൻ്റെ വീട്ടിൽ വരികയുണ്ടായിട്ട്. ഇതൊക്കെ പലതവണ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനിയും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അത് ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹം എല്ലായ്പ്പോഴും എൻ്റെ എതിർ ചേരിയിൽ നിലയുറപ്പിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറവൂർ മത്സരിക്കുമ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിനെതിരെ അവിടെ പോയി പ്രസംഗിക്കാനുള്ള യോഗവും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ നമുക്കറിയാം സതീശൻ ചില്ലറക്കാരനൊന്നുമല്ല. അയാളെ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും മാർക്സിസ്റ്റുകാർ അവിടെ പ്രചരിപ്പിച്ചിരുന്നത് സതീശൻ ജയിക്കുകയില്ല, ഇത്തവണ സതീശൻ തോൽക്കും എന്നാണ്. പറവൂരാണെങ്കിൽ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. എറണാകുളം ജില്ലയിലെ ഇടതുപക്ഷക്കാർക്ക് സ്വന്തം വോട്ടിൻ്റെ ബലത്തിൽ ജയിക്കാവുന്ന 2 മണ്ഡലങ്ങളേ ഉള്ളൂ. പണ്ട് 4 ഉണ്ടായിരുന്നു: വടക്കേക്കര, പറവൂർ, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ. ഇപ്പോൾ അത് 2ആയിട്ട് കുറഞ്ഞു. ഒന്ന് തൃപ്പൂണിത്തുറ, മറ്റത് പറവൂർ. അത്രയും ഉറച്ച ഇടതുപക്ഷ മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹം വീണ്ടും ജയിക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു യോഗ്യത നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം എതിരാളികളെ പോലും നിരായുധരാക്കാനുള്ളൊരു വലിയ കഴിവ് ആ മനുഷ്യനുണ്ട്. കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് CPM-കാരുടെ CPI-കാരുടെ അവരുടെ വോട്ട് കിട്ടിയില്ലെങ്കിലും അവരുടെ കുടുംബാംഗങ്ങളുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടും. പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത ആളുകൾക്കും വി.ഡി. സതീശൻ എന്ന് കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചം ഉണ്ടാവും. അത് പറവൂർക്കാർ മാത്രം അനുഭവിച്ചാണ് കഴിഞ്ഞ 20 കൊല്ലം. പക്ഷേ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അത് കേരളത്തിലെ മുഴുവൻ ആളുകൾ അനുഭവിച്ചു. അതിൻ്റെ ഒരു കാരണം സതീശൻ്റെ മാത്രം വിജയമല്ല ഇത്. സത്യം പറഞ്ഞാൽ സതീശനെ ഇന്നിപ്പോൾ കേരള മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയിട്ടുള്ളത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനി പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടം, അദ്ദേഹത്തിൻ്റെ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ശൈലിയോടുള്ള എതിർപ്പ്, അതിന് രൂക്ഷത നൽകിയത് സതീശനാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയൊരു അംഗീകാരം ഹോസങ്കടി മുതൽക്ക് കളിയിക്കാവുള്ളവരുണ്ട്. അത് കോൺഗ്രസിലെ മൂത്ത നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഈ സതീശന് വേണ്ടി ഫ്ലെക്സ് വെച്ചവരും പോസ്റ്റ് അടിച്ചവരും അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് കവിഞ്ഞ് നിന്ന് പ്രവർത്തിച്ചവരും ഒക്കെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. മുസ്ലിം ലീഗുകാരുണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരുണ്ട്, RSPക്കാരുണ്ട്, CMPക്കാരുണ്ട്, RMPക്കാരുണ്ട്. പ്രത്യേകിച്ച് ഒരു പാർട്ടിയില്ലാത്തവരുണ്ട്. അതിൽ മനസ്സുകൊണ്ട് യോജിച്ചവർ, മനസ്സുകൊണ്ട് ഇവർക്കൊപ്പം നിന്നവരിൽ CPM-കാരും CPI-കാരും BJP-കാരും വരെയുണ്ട്. കാരണം ഇത്തവണ സതീശൻ കേരള മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ അത് ചരിത്രപരമായ വലിയൊരു തെറ്റാവുമായിരുന്നു. 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ പോലെയാണ് 2026 ചരിത്രം ആവർത്തിച്ച് ശ്രീ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതേ വികാരമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. VSന് സീറ്റ് നിഷേധിച്ചപ്പോഴാണ് വികാരപ്രകടനം ഉണ്ടായെങ്കിൽ സതീശന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുകയില്ല എന്ന നില വന്നപ്പോഴാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പല MLA-മാർക്കും ഇപ്പോൾ അവരുടെ മണ്ഡലത്തിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. ഇവർ മിക്കവരും തന്നെ KC വേണുഗോപാലിൽ നിന്ന് വലിയ സംഖ്യകൾ കൈപ്പറ്റിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ ഉള്ളുകൊണ്ട് സതീശനെ ആഗ്രഹിക്കുന്നവർക്ക് പോലും അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം പണം മുടക്കിയത് വേണുവാണ്. അങ്ങനെ പണപിന്തുണ വേണുവിനും ജനപിന്തുണ സതീശനും എന്ന നില വന്നു. ഒരു ഒത്തീർപ്പ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷേ രമേശ് ചെന്നിത്തല വരാമായിരുന്നു. ഇവരെല്ലാവരെക്കാളും ഭരണപരിചയമുള്ളതും പാർലമെൻ്ററി എക്സ്പീരിയൻസ് കൂടുതലുള്ളതും ഘടകകക്ഷികളുമായിട്ട് സാധാരണക്കാരുമായിട്ടൊക്കെ ഊഷ്മളമായിട്ട് പെരുമാറാൻ കഴിവുള്ളതും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അല്പം കൂടി യോഗ്യത ഉള്ളതുമായ ആൾ ചെന്നിത്തലയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 മല്ലന്മാരുടെ ഏറ്റുമുട്ടലിനിടയിൽ അദ്ദേഹത്തിന് ആ രീതിയിൽ പെർഫോം ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ മുകളിലിരിക്കുന്ന ആളുകൾക്ക് കഴിയാതെ പോയി. പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ VS വന്ന പോലത്തെ ഒരു വരവാണ് ഈ സതീശൻ വന്നിട്ടുള്ളത്. 2006 VS ആയിരുന്നുവെങ്കിൽ 2026 അത് VDS ആണ്. അത്ര വ്യത്യാസമുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ലീഗുകാരെയും മറ്റ് പാർട്ടിക്കാരെയും നമുക്ക് മറക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ കുതികാലി വെട്ടാനും ശ്രമിച്ച കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും ഇനി മുതിരാൻ സാധ്യതയില്ലാത്ത നേതാക്കളും യുവ നേതാക്കളും KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരും അവരെ നമുക്ക് വിസ്മരിക്കാൻ പറ്റുകയില്ല. ഈ സതീശനെ സംബന്ധിച്ച് ഈ മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്നത്
ഒരു റോസാപ്പൂ മെത്തയായിരിക്കാൻ സാധ്യതയില്ല. കാരണം ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വിരുദ്ധന്മാരാണ് കൂടുതലും, നിയമസഭാ കക്ഷിയിൽ പ്രത്യേകിച്ചും. KC വേണുഗോപാലിൻ്റെ സിൽബന്ധികളാണ്. പ്രത്യേകിച്ചും ഈ മഹാഭാരതത്തിലെ ശിഖണ്ഡി എന്നൊക്കെ പറഞ്ഞ പോലെ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു വിദ്വാനുണ്ട്. പിന്നെ ശകുനിയുടെ റോൾ അഭിനയിച്ച ആളുകളുണ്ട്. കള്ളച്ചൂതിൽ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് യൂദാസുകൾ, ഒരുപാട് വർഗവഞ്ചകന്മാർ, ബറാബാസുമാർ ഒക്കെ ഒരുപാടുണ്ട്. ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ പുള്ളിക്ക് ഏത് തരത്തിലുള്ള അനുഭവമാണ് ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. ഏതാണ്ട് PS മുഖ്യമന്ത്രിയായപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. പിണറായി ഗ്രൂപ്പുകാരായിരുന്നു കൂടുതൽ. പിണറായി വിജയൻ്റെ ആടുതലികളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ തോമസ് ഐസക്കും അടക്കമുള്ള ആളുകൾ, AK ബാലനടക്കമുള്ള ആളുകൾ. അതുമാത്രമല്ല, ഇദ്ദേഹത്തെ കാലെ പിടിച്ച് വലിക്കുന്നവരും മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നവരുമായിരുന്നു കൂടുതൽ. അത്രയും പേരുടെ നടുക്ക് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിട്ടിരിക്കേണ്ട ജോലിയാണ് VS-നുണ്ടായത്. അതുപോലൊരു ദുര്യോഗം VDS-നുണ്ടാകുമോ എന്ന് പറയാൻ ഞാനാളല്ല. പക്ഷേ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ പ്രിയ സുഹൃത്ത് സതീശൻ്റെ മുമ്പിലുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും അദ്ദേഹത്തിന് വിജയം ആശംസിക്കുന്നു. വലിയ വിജയമാണ്. തെരഞ്ഞെടുപ്പിലെ വിജയത്തേക്കാൾ കേമപ്പെട്ട വിജയമാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി നടത്തേണ്ടി വന്ന സമരം. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഒരു സ്ഥാനവും സ്വീകരിക്കാതെ വെറും പറവൂരെ MLA ആയിട്ടിരിക്കാനോ അല്ലെങ്കിൽ MLA സ്ഥാനവും ത്യജിച്ച് സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായിരിക്കാനോ മടിക്കുകയുമായിരുന്നില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് ഭാവിയിൽ ഉയർന്നു വരാവുന്ന എല്ലാ വെല്ലുവിളികളെയും സധൈര്യം നേരിടാൻ കേരള സംസ്ഥാനത്തെ സുധീരം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ഈ വേളയിൽ ആശംസിക്കുന്നു.